രജിൻ, ഈ സർക്കാരിൻ്റെ ഈ കഴിഞ്ഞുപോയ ഓരോ ദിവസവും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും വിമർശനമുയർന്നതും വിവാദമായതുമൊക്കെ ഈ ഭരണത്തിലെ സംഘ് പരിവാർ RSS സ്വാധീനം, പങ്കാളിത്തം എന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിൽ ഈ വിഴിഞ്ഞവും അദാനിയും ഒക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൽ തന്നെ ഇന്ന് വൈകുന്നേരം വന്ന മറ്റൊന്നുകൂടിയാണ് ശേഷാദ്രിനാഥൻ എന്ന സംഘ് പരിവാർ അനുകൂലിയായിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം. ഇതുമായി ബന്ധപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി നിയാസിൻ്റെ ശക്തമായ പരാതി അത് എവിടെയൊക്കെയുണ്ടെന്ന് ഞാൻ ആവർത്തിക്കേണ്ടല്ലോ. മുഖ്യമന്ത്രിയുടേത് അടക്കം ഓഫീസിലുണ്ട്, ഹോം മിനിസ്റ്ററുടെ അടുത്തുണ്ട്, ഹൈക്കമാൻഡിന് മുമ്പിലുണ്ട്. ഈ പരാതി പരിശോധിച്ച് അതിലൊരു തീരുമാനം വരുന്നതിന് മുമ്പ് ഈ ഫയൽ അതിവേഗം ലോക് ഭവനിലേക്ക് പോകുന്നു. ലോക് ഭവൻ വേഗത്തിൽ ഗവർണർ ഒപ്പിട്ട് തീരുമാനമാക്കുന്നു. നോക്കൂ എത്ര വേഗതയിലാണ് ആ ഫയൽ നീക്കവും. ഞാനിത് പറയാൻ കാര്യം, ഇത് കണ്ടാൽ തോന്നുന്നത് എന്താണെന്നറിയോ രജിൻ, VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും ആർലേക്കർ എന്ന ഗവർണറും തമ്മിലുള്ള റാപ്പോ, സിങ്ക്, ആ ഒരു ഏകോപനം യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡും മുഖ്യമന്ത്രിയും തമ്മിലുള്ളതിനേക്കാൾ മികവുറ്റതായി തോന്നുകയാണ്. അതായത് ക്ലിഫ് ഹൗസും ലോക് ഭവനും തമ്മിൽ നല്ല ധാരണയിൽ, നല്ല ഏകോപനത്തോടെ, മികവോടെ മുന്നോട്ട് പോവുകയാണ്. നോക്കൂ ശരത്ത്, ഇതിന് മുമ്പായിട്ട് അങ്ങ് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ അവർ വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളുമായി ഞങ്ങൾ നിന്നു. ആ നിലപാടാണ് ഇന്ന് ഞങ്ങൾക്കും. പക്ഷെ ഞങ്ങൾ അധികാരത്തിൽ 10 വർഷം ഇരുന്നപ്പോൾ അതൊന്നും തിരുത്താൻ തയ്യാറായില്ല. ആ പദ്ധതി നടപ്പിലാക്കാൻ പോയി എന്ന് പറയുന്നത്. ഇത് ആരെയാണ് കളിയാക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ കളിയാക്കുവാണ്, അതോ പ്രേക്ഷകരെ കളിയാക്കുവാണ് അദ്ദേഹം പറയുന്നത് ഒരു അഴിമതി പദ്ധതി കൊണ്ടുവന്നത് ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കി കൊടുത്തു, വീണ്ടും ആ അഴിമതി നടത്തുവാൻ വേണ്ടി അങ്ങ് നടപ്പിലാക്കി കൊടുത്തു എന്ന് 10 വർഷമായിട്ട് ഭരിച്ചൊരു ഗവൺമെന്റിന്റെ ആൾക്കാർ വന്നിട്ട് പറയാണ്. അതെ, എന്ത് ധാർമ്മികതയുടെ പുറത്താണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, MNCയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലുണ്ടായ വാർത്ത, അദ്ദേഹം വിഴിഞ്ഞം കോൺക്ലേവിനെ പറ്റിയൊക്കെ പറഞ്ഞു. ശരിയാണ്, ദേശാഭിമാനിയും പറയുന്നതാണ് വിഴിഞ്ഞം കോൺക്ലേവുമായി ബന്ധപ്പെട്ട് MNC വന്നു. അതിന്റെ ഫലമായിട്ടാണ് MNC എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഇൻവെസ്റ്റേഷൻ ആയിട്ട് വരുന്നത്, നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അവർ വരുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലേക്കാണ് ഈ പറയുന്ന ദേശാഭിമാനിയുടെ വാർത്ത. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പല നിലപാടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് CPM-ഉം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഖപത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഞാൻ അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, ഈ MNC എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റർ ഒന്നും അല്ലല്ലോ ശരത്തെ. ഇതെന്താണ്, ഇത് പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്ൻമെന്റ് ഷിപ്പിംഗ് കമ്പനിയാണല്ലോ. അങ്ങനെയുള്ള ഒരു കമ്പനി ഈ കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ഈ പറയുന്ന അദാനി അങ്ങനെ ഒരു സംഭവം ഇതുമായി വിഴിഞ്ഞമായതുകൊണ്ടാണ് തന്ത്രപ്രധാന മേഖലയാണ്. UPA സർക്കാരിന്റെ കാലത്ത് ആ നിലയിൽ വിദേശ നിക്ഷേപം വന്നപ്പോൾ അത് തടഞ്ഞതാണ്. അതിലേക്കാണ് വരുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെല്ലാം ആശങ്കയ്ക്ക് ധ്രുവീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഒരു കോമൺ യൂസർ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. പിന്നെന്താണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, ഫെയർ കോസിനേഷൻ ആണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, മത്സരാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായി മുന്നോട്ട് പോകത്തുള്ളൂ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പാക്കണമെങ്കിൽ അദാനിക്കൊപ്പം ഇവർ കൂടി ചേരുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഈ ഷെയർ കൈമാറ്റത്തെ പിന്തുണച്ച് അനുമതി പത്രം കൊടുത്തു എന്നും നാളെ ഇതേ മുഖ്യമന്ത്രി പറയുന്നത് വെച്ച് ചിലപ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വന്നേക്കാം. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കൂടി ഒന്ന് ചുരുക്കി, സമയം തീരുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് എന്താണ്, സംഘപരിവാർ. ആരാണ് സംഘപരിവാർ ശക്തികൾക്ക് ഇത്രയേറെ വേരോട്ടമുള്ള കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാക്കി കൊടുത്തത്? പുതിയ അനുഭവത്തിൽ മറുപടി ഉണ്ടെങ്കിലാകാം, പുതിയ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയത്തിൽ പ്രതികരണം ഉണ്ടെങ്കിലാവാം, ഇപ്പോഴത്തെ വിഷയത്തിൽ ശേഷാദ്രിനാഥന്റെ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുണ്ടെങ്കിലാകാം. പഴയതിലേക്ക് പോകാനൊന്നും സമയമില്ല. ശേഷാദ്രിനാഥന്റെ കാര്യം പറയൂ, ഉണ്ടോ? കേരളത്തിൽ മാത്രമേ ഉള്ളായിരുന്നു ശേഷാദ്രിനാഥന്റെ കാര്യം പറയൂ. ശേഷാദ്രിനാഥന്റെ കാര്യം പറയൂ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. രജിൻ, ഒരു തവണ കൂടി, ശേഷാദ്രിനാഥൻ എന്ന സംഘ് പരിവാറുകാരനെ കമ്മീഷണറാക്കിയ നിയാസ് തന്നെ എതിർത്ത ഹൈക്കമാൻഡ് ഇടപെട്ടതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അതേക്കുറിച്ചാണ് ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാലേ പോകത്തുള്ളൂ. ഒരു പോരാട്ടം നടത്തുന്ന ഭൂമിയായിട്ട് കേരളത്തെ മാറ്റിയെടുത്തില്ല. വിശേഷമൊക്കെ നിൽക്കട്ടെ, കഷ്ടമാണ്. അനിൽകുമാർ, തൃശൂർ പൂരം പോലും അലമ്പാക്കി. ഉത്തരം വിഷയത്തിനാണ് സാർ മറുപടി വേണ്ടത്. വേറെന്തെല്ലാമോ പറഞ്ഞു പോയിട്ട് എന്ത് കാര്യം? അനിൽകുമാർ, എന്റെ സമയം തീരുകയാണ്. ശ്രീ അനിൽകുമാറിന്റെ അവസരം. ശ്രീ അനിൽകുമാർ
ഇതിൽ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇനിയും കേൾക്കും. പക്ഷേ താങ്കൾ പൂരവും അജിത് കുമാറും ഒക്കെ ഏതോ കാലത്ത് അതോടെ നിൽക്കട്ടെ. റൈറ്റ്, പറഞ്ഞോളൂ. രത്തൻ കേൽക്കറെ വെച്ചപ്പോൾ വിമർശനം വന്നു. ഇവിടെ PM നിയാസ് ഉന്നയിക്കുന്ന വാദം എന്താണ്? മണ്ഡല പുനർവിഭജനത്തിലേക്ക് കേരളത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട തസ്തികയാണത്. ആ തസ്തികയിൽ LDF സർക്കാർ ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെച്ചിരുന്നു. ആ നിയമനം അംഗീകരിക്കാൻ ആര് തയ്യാറായില്ല? ഗവർണർ തയ്യാറായില്ല. ആർലേക്കർ തയ്യാറായില്ല. ആർലേക്കർ തയ്യാറാകാതെ വന്നപ്പോൾ ആ നിയമനം അംഗീകരിപ്പിക്കാൻ സതീശൻ ശ്രമിച്ചില്ല. മറിച്ച് ആർലേക്കറും സതീശനും ഒത്തുതീർപ്പിലെത്തി. അതാണ് ശേഷാദ്രിനാഥൻ. ഒത്തുതീർപ്പിലെത്തിയ വ്യക്തി ആരാണെന്ന് KPCC സെക്രട്ടറി വെളിപ്പെടുത്തി. ഇതോടുകൂടി ആ വിഷയം തീർന്നു. ആർലേക്കറും സതീശനും തമ്മിൽ തർക്കമില്ലാതെ ഒത്തുതീർപ്പായി. പിണറായി വിജയനും ആർലേക്കറും തമ്മിൽ തർക്കമുണ്ടായി. ഒരു സനൽകുമാറിനെ, ജഡ്ജിയായിരുന്ന സനൽകുമാറിനെ നിർദ്ദേശിച്ചിരുന്നു. ആർലേക്കർക്ക് ഒപ്പിടാമായിരുന്നു, ഒപ്പിട്ടില്ല. പക്ഷെ സതീശൻ്റെ കാര്യത്തിൽ തർക്കം വന്നില്ല. എന്താ തർക്കം വരാത്തതിന് കാരണം? ആർലേക്കർക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ആ ഇഷ്ടം എങ്ങനെ വന്നു? ശേഷാദ്രിനാഥിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ അത് കാണുന്നില്ല എന്ന് KPCC ജനറൽ സെക്രട്ടറി പറയുന്നു. ഇത്രയും ബോധ്യം വന്നിട്ടും കോൺഗ്രസിൻ്റെ വക്താവിന് കാര്യം മനസ്സിലായില്ലേ? നാട്ടുകാർക്ക് കാര്യം മനസ്സിലായി. ഇനി ഒരു കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. 2400 കോടി രൂപയാണ് അദാനി ഇതുവരെ ഇതിന് മുടക്കണത്. 2400 രൂപ മുടക്കിയിട്ട് 13,000 കോടി രൂപയുടെ കച്ചവടമാണ് അദാനിക്ക് ഇപ്പോൾ MSC വഴി കിട്ടുന്നത്. അപ്പോൾ എത്ര കോടി രൂപ അദാനി ലാഭം ഉണ്ടാക്കി? നമ്മുടെ കൺമുമ്പിലെ യാഥാർത്ഥ്യമാണ്. ഇത്രയും സാധ്യതയുള്ളൊരു തുറമുഖം ഏകപക്ഷീയ കരാറിലൂടെ അദാനിയെ ഏൽപ്പിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി. ഇതായിരുന്നു ഞങ്ങളുടെ തർക്കം. കടൽക്കൊള്ള തെളിഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് അധികാരമേറ്റ് കഴിഞ്ഞപ്പോൾ കരാർ റദ്ദാക്കാൻ പറ്റില്ല. തുടർ സർക്കാരല്ലേ. PM ശ്രീ പോലല്ലത്. ടെൻഡർ വിളിച്ചിട്ട് ഗവർണർ നിലയ്ക്ക് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് കൊടുത്തൊരു കരാറാണത്. അത് റദ്ദാക്കിയ കോടതി നിൽക്കുമോ? PM ശ്രീ റദ്ദാക്കിയതോടുകൂടി അത് നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനും പറയാൻ പറ്റത്തില്ല. ഒരു നോട്ടീസ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയോ? നടപ്പാക്കിയില്ലേ മൂക്കിയെത്തുമെന്ന്? നടപ്പാക്കിയില്ലേ മൂക്കിയെത്തുമെന്ന് അവരെഴുതിയാൽ അതിൻ്റെ ലീഗൽ ആൻസർ കൊടുത്താൽ പോരെ? ഷംസുദ്ദീന് നിയമം അറിയത്തില്ലേ? അതുകൊണ്ട് തന്നെ കൃത്യമാണ്. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ നടപ്പാക്കാതിരുന്നാൽ വിഴിഞ്ഞം നടക്കത്തില്ല. അപ്പം ഞങ്ങൾ കരാറിനോട് വിയോജിപ്പുണ്ട്, നടപ്പാക്കി. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? 2ാം ഘട്ട കരാർ ഇപ്പോൾ പൊളിച്ചെഴുതിയോടുകൂടി കേരളത്തിന് അനുകൂലമായി കുറേ വ്യവസ്ഥകളെ മാറ്റിയിട്ടുണ്ട്. നമുക്കത് വേറൊരു വിഷയത്തെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ ഞങ്ങളിപ്പോൾ പൊളിച്ചെഴുതിയതിന്. ഉമ്മൻചാണ്ടിയുടെയൊക്കെ കരാറിൻ്റെ കുറേ കുഴപ്പങ്ങൾ ഇപ്പോൾ രണ്ടാമത് പിണറായി വിജയൻ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. എങ്കിലും ആ പദ്ധതിയാകെ ഒരാൾക്ക് കൊടുക്കുകയാണ്. പ്രശ്നം എന്താണ്? അദാനി കമ്പനി വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്ന കമ്പനിയാണ്. മറ്റവർ കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി നിർമ്മാണ കരാറിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഒറ്റ കുത്തകയായിട്ട് വിഴിഞ്ഞം മാറും. മറ്റ് കമ്പനികൾ വരില്ല. മത്സരമില്ലാതെയാവും. അതിൻ്റെ ഭാഗമായിട്ട് ഏകപക്ഷീയത വരും. ഏകപക്ഷീയത വന്നാൽ മറ്റൊരു കമ്പനികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അങ്ങനെ കേരളത്തിൻ്റെ മണ്ണ് മറ്റ് കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്നതാവും അനുവദിച്ചാൽ. അതുകൊണ്ട് സതീശൻ ഇന്ന് പറയേണ്ടിയിരുന്നത് ഞങ്ങളുടെ അധികാരത്തിന് മേലെ കടന്നു കയറണ്ട, നിങ്ങൾക്ക് അധികാരം 25%. അത് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ചോദിക്കാൻ അധികാരമില്ല. അതിനപ്പുറത്ത് കടന്നാൽ ഒരു വരയുണ്ട്, ലക്ഷ്മണ രേഖയുണ്ട്, കേരളത്തിൻ്റെ ലക്ഷ്മണ രേഖ. ഞങ്ങൾ വരയ്ക്കുമെന്ന് പറയാനുള്ള ആർജവം ആ വിമാനത്തെ പണയം വെച്ച് പോയി. കാണാനില്ല. നട്ടല് വിമാനത്തെ വെച്ച് മറന്നുപോയി. അതുകൊണ്ട് ആ വിമാനം ഏതാണോ ആ വിമാനത്തിന് പൈസ കൊടുത്തവരോട് ചോദിച്ച് സതീശൻ്റെ നട്ടല് വീണ്ടെടുത്താൽ നന്നായിരിക്കും.